ദൈവസ്വരൂപം നമ്മിൽ പ്രതിഫലിക്കുന്നതാണ് വിശുദ്ധി. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ പ്രതിബിംബിക്കുന്നതാണ് വിശുദ്ധി. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വിലയേറിയ മക്കൾ എന്ന് വിളിക്കാവുന്ന ഓരോരുത്തരുമാണ് ഇന്ന് കൂടെ ഇരിക്കുന്നവർ. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ ആശ്രയം പ്രാപിച്ചിരിക്കുന്ന, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ദൈവത്താൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യപദവിയാണ് അവൻ്റെ മക്കളായി തീരുക, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ അവനോടൊപ്പം ചേർന്നിരിക്കുക എന്നുള്ളത്. ഈ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം അതിനുവേണ്ടി നിങ്ങളെ കൂടുതൽ സജ്ജമാക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ദയവായിട്ട് രേഖപ്പെടുത്തുക. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ സ്നേഹപുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. ഇന്ന് അവരുടെ കൊച്ചുമോളുടെ ജന്മദിനം ആണ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ തന്നെ കൊച്ചു മകളുടെ വിവാഹം നടന്നതിൻ്റെ നന്ദി സൂചകവുമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായി നിൽക്കുന്ന ഓരോ ദൈവമക്കളുടെയും വിവാഹം സമയത്ത് നടക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നമ്മുടെ ഓപ്പൺ ടോക്കിൻ്റെ ആദ്യത്തെ എപ്പിസോഡ്, അഥവാ നമ്മുടെ ഓപ്പൺ ടോക്ക് പോഡ്കാസ്റ്റ് ആദ്യത്തെ എപ്പിസോഡ് നടന്നത്. നിങ്ങൾ ചില ആളുകളെങ്കിലും അത് വാച്ച് ചെയ്തിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേൾക്കുക. ആഭരണധാരണം ശരിയാണോ അല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില ക്ലാസ്സുകളാണ് പാസ്റ്റർ ഡാമി നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ സമയം അതിനുവേണ്ടി നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ, അത് കാണുകയാണെങ്കിൽ കൂടുതൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ അടുത്ത ഓപ്പൺ ടോക്കിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് വൈകുന്നേരം 7 മണിക്ക് തന്നെ റെഡിയാവുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ ആരാധനയിലേക്കും അതുപോലെ തന്നെ വചന സന്ദേശത്തിലേക്കും നമുക്ക് കടക്കാം. പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയ, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഓസും പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. ഓ സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാർ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാർ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര,
പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സലം. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെൽക്കം ബാക്ക്. എല്ലാവരും ഡിവോഷണൽ ഡയറി എടുക്കുക. മാർച്ച് 13 ഫ്രൈഡേ. ഞാനൊന്ന് എടുത്തോട്ടെ. ഇന്നത്തെ ഫോക്കസ് വേർഡ് നോക്കി, ഹോളിനെസ്. വാവ്, ഹോളിനെസ്, ഹോളിനെസ്, ഹോളിനെസ്. ഹല്ലേലൂയ. വിശുദ്ധി. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. വിശുദ്ധി, വിശുദ്ധി, വിശുദ്ധി. കമൻറ്റ് സെക്ഷൻ കണ്ടുപിടിക്കാത്തവർ, എവിടെയാണെന്ന് അറിയാത്തവർ ലൈവ് ചാറ്റിലിടുക. ഹോളിനെസ്, വിശുദ്ധി, വിശുദ്ധി, വിശുദ്ധി. അടിച്ചോ, മൊത്തം തകർക്കുക, നിറയ്ക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ദൈവത്തിൻ്റെ വിശുദ്ധിയാൽ അങ്ങ് നിറയട്ടെ. ശുദ്ധീകരിക്കുക. ഒത്തിരി അഴുക്കുള്ള സ്ഥലമാണ്, വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആര് കണ്ടു നമ്മളിങ്ങനെ ബമ്പാട് ചെയ്യുമ്പോൾ ഹോളിനെസ്, ഹോളിനെസ്, ഹോളിനെസ്. സോഷ്യൽ മീഡിയയിലും സൈബർ വേൾഡിലും ഇൻ്റർനെറ്റിലൊക്കെ ബമ്പാട് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ആകാശമണ്ഡലത്തിലും ഒക്കെയുള്ള അശുദ്ധാത്മാക്കൾ ഈ വിശുദ്ധി കണ്ടിട്ട് ഓടിപ്പോക്കളയും. അങ്ങ് ചെയ്തോ. അടുത്തത് ലെവിറ്റിക്കസ് 19:2 ആണ് ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേഴ്സ്. ബി ഹോളി ബിക്കോസ് ഐ ദ ലോർഡ് യുവർ ഗോഡ് ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, നിങ്ങളുടെ കർത്താവായ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണ്. ഡെക്ലറേഷൻ നോക്കുക. ഹോളിനെസ് ഈസ് മൈ സ്ട്രെങ്ത്. ഐ ബിൽഡ് എ ലൈഫ് ദാറ്റ് റിഫ്ലെക്ട്സ് ഗോഡ്സ് പ്യൂരിറ്റി ആൻഡ് പവർ. വിശുദ്ധി എൻ്റെ ശക്തിയാണ്. പറഞ്ഞേ, ഇങ്ങനെ പിടിച്ചിട്ട് പറ, വിശുദ്ധി എൻ്റെ ശക്തിയാണ്. ഐ ബിൽഡ് എ ലൈഫ് ദാറ്റ് റിഫ്ലെക്ട്സ് ഗോഡ്സ് പ്യൂരിറ്റി ആൻഡ് പവർ. ദൈവത്തിൻ്റെ വിശുദ്ധിയും ശക്തിയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതത്തെയാണ് ഞാൻ പണിയുന്നത്. കാരണം ഇവിടെ കർത്താവ് വ്യക്തമായിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വിശുദ്ധിയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ആർ യു റെഡി? റെഡി ആണെങ്കിൽ ലൈവ് ചാറ്റിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. എത്ര പേർ റെഡിയാണ്? ഹല്ലേലൂയ. നമ്പർ 1, ഹോളിനെസ് ഈസ് ഗോഡ്സ് നേച്ചർ റിഫ്ലക്റ്റഡ് ഇൻ അസ്. ദൈവസ്വരൂപം നമ്മിൽ പ്രതിഫലിക്കുന്നതാണ് വിശുദ്ധി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ പ്രതിബിംബിക്കുന്നതാണ് വിശുദ്ധി. ഇവിടെ പറഞ്ഞത് ബി ഹോളി ബിക്കോസ് ഐ എം ഹോളി. ഇപ്പം ഈ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിപ്പിക്കുമ്പോൾ, ക്വാളിറ്റീസ് പഠിപ്പിക്കുമ്പോൾ അതിനെ രണ്ടാക്കി, ബ്രോഡ്ലി 2 കാറ്റഗറി ആക്കും. ഒന്ന് ഷെയർഡ് ആട്രിബ്യൂട്ട്സ്, അൺഷെയർഡ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുണ്ട്, പങ്കുവയ്ക്കാൻ കഴിയാത്തതുമുണ്ട്. പങ്കുവയ്ക്കാൻ കഴിയാത്തത് എന്തൊക്കെയാണ്? ദൈവം നിത്യനാണ്, നമ്മൾ നിത്യരല്ല. നമുക്കൊരു ആരംഭമുണ്ട്. ദൈവത്തിനാണ് ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല. ദൈവം സർവശക്തനാണ്. ഗോഡ് ഈസ് ഓംനിപൊട്ടൻറ്റ്. നമ്മളാണോ? അല്ല. പലപ്പോഴും നമുക്ക് ഒരു ശക്തിയില്ല. അപ്പോൾ സർവശക്തനാ, അത് ഒരിക്കലും കർത്താവുമായി, ദൈവവുമായി നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. ഇനി ഗോഡ് ഈസ് ഓംനീഷ്യൻറ്റ്. ദൈവം സർവജ്ഞാനിയാണ്. നമ്മളാണോ? നോ. ഇതുപോലെയുള്ളതെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് അൺഷെയർഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. എന്നിപ്പോഴത്തെ ഷെയർഡ് എടുക്കുക. ഷെയർഡിൽ വരുന്ന ഒന്നാണ് ഹോളിനെസ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെ അവൻ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ ആയിത്തീരാൻ അവൻ ഇമ്പാർട്ട് ചെയ്യുന്നു. വിശുദ്ധിയിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നു. മറ്റൊന്നാണ് വിശ്വസ്തത. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മളെ അതുപോലെ ആക്കിയെടുക്കാൻ കർത്താവ് ദൈവസ്നേഹവാനാണ്. നമ്മളെ സ്നേഹത്തിൽ തികച്ചെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള കുറേ കാര്യങ്ങളെല്ലാം ഷെയർഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, പങ്കുവയ്ക്കുന്നതാണ്. ഇവിടെ നോക്ക്, ബി ഹോളി ബിക്കോസ് ഐ എം ഹോളി. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഹോളി 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 ഈസ് ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. മേക്ക് മീ ഹോളി ആസ് യു ആർ ഹോളി. ഒത്തിരി പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവമായ കർത്താവ് പരിശുദ്ധൻ. അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നെയും വിശുദ്ധീകരിക്കണമേ.
എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, പേഴ്സണൽ പ്രെയറാണ്. നിങ്ങളോട് ഞാനത് പങ്കുവെച്ചെന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കുക, എല്ലാവർക്കും പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന. ഹോളിനെസ് ഈസ് നോട്ട് മിയർലി റൂൾ കീപ്പിംഗ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ കുറേ കൽപ്പനകളനുസരിച്ച് അല്ലെങ്കിൽ കുറേ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നതല്ല വിശുദ്ധി. ഇറ്റ് ഈസ് റിസെംബ്ലൻസ് ഓഫ് ഗാഡ്. ദൈവവുമായുള്ള സാദൃശ്യമാണ്. ദൈവിക സാദൃശ്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ വളരുന്നതാണ് വിശുദ്ധിയിലെ വളർച്ച. എന്ന് വെച്ചാൽ ചില കുട്ടികളെ കണ്ടാൽ അറിയാം, അമ്മയെപ്പോലെ തന്നെ ഇരിക്കുന്നു, അവൻ്റെ ഡാഡിയെപ്പോലെ തന്നെ ഇരിക്കുന്നു, ഒരു സംശയമില്ല. ഇനി DNA ടെസ്റ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ റിസംബ്ലൻസ്. ഇതുപോലെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ സ്വരൂപം വിരൂപമായിപ്പോയി നമ്മിൽ. തിരിച്ച സ്വരൂപത്തിലേക്ക് വരാനുള്ള പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയാൽ നമ്മിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്തില്ലെങ്കിൽ നമ്മളുടെ വിശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയൊക്കെ പോകുകയുള്ളൂ. ഗോഡ് കോൾസ് ഹിസ് പീപ്പിൾ ടു റിഫ്ലക്റ്റ് ഹിസ് ക്യാരക്ടർ. തൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുവാൻ ദൈവം തൻ്റെ ജനത്തെ വിളിക്കുകയാണ്. വചനങ്ങൾ കുറിക്കുക. 1 Peter 1:15-16. 1 പത്രോസ് 1:15-16. Just as he who called you is holy, so be holy in all you do. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും സകല കാര്യങ്ങളിലും എന്ത് ചെയ്താലും വിശുദ്ധരായിരിപ്പിൻ. Psalm 24:3-4. സങ്കീർത്തനങ്ങൾ 24:3-4 വായിക്കുമ്പോൾ, Who may stand? The one with clean hands and a pure heart. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ 6 കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് കൈവെടിപ്പും നിർമ്മല ഹൃദയവുമുള്ളവനത്രേ നിൻ്റെ സന്നിധിയിൽ നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിൽക്കുന്നത്. വിശുദ്ധിയില്ലാത്ത ആൾക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധ്യമല്ല. കംപ്ലീറ്റ്ലി ഇലക്ട്രിക്യൂട്ടഡായി പോവും, ഫ്യൂസായി പോവും, കത്തിപ്പോവും. 2 Corinthians 7:1. 2 Corinthians 7:1. Perfecting holiness out of reverence for God. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ശരിക്കുള്ള ഹോളിനെസ്സിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണെന്നറിയാമോ? സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കപ്പെട്ടതെന്നാണ് എൻ്റെ അർത്ഥം. യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞാൽ യഹോവയ്ക്കായി അല്ലെങ്കിൽ കർത്താവിനായി, ദൈവത്തിനായി മാറ്റിവെച്ചത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ ഇതെടുത്ത് ദൈവത്തിന് നിവേദ്യം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കോൺസെക്രേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇരുന്നതാണ്. എല്ലാത്തിൻ്റെ ഇടയിൽ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ വയ്യ. ഇവിടെ ഇരിക്കുന്നതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചു, അത് മാറ്റി വെച്ചു. ഇനി അതാരും തുടരുത്. ഇനി അത് ദൈവമാണ് തൊടുന്നത്, ഇനി അത് ദൈവമാണ് കൈകാര്യം ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. അതിൻ്റെ പേരാണ് എന്ത്? വിശുദ്ധി. സെറ്റ് അപ്പാർട്ട് ഫ്രം സിൻ, സെറ്റ് അപ്പാർട്ട് ഫ്രം ദ വേൾഡ്, സെറ്റ് അപ്പാർട്ട് ഓൺലി ഫോർ ഗാഡ്. അതാണ് അതിൻ്റെ അർത്ഥം. യഹോവ തൻ്റെ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. വാവ്! നമ്മെല്ലാം കർത്താവ് അതുപോലെ വേർതിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 800 കോടി മനുഷ്യരുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ കൂടിക്കാണും. അങ്ങനെ കൂടിക്കാണുമ്പോൾ എല്ലാ ദിവസവും എല്ലാ മിനിറ്റും കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? അതിനിടയിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടൊരു ജനമുണ്ട്. ആരാണത്? അവനിൽ വിശ്വസിച്ച്, അവനെ കൈക്കൊണ്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന് യേശുവിൻ്റെ ചോരയാൽ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിച്ച് അവന് വേണ്ടി ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടൊരു ജനസമൂഹം ഈ ഭൂമിയിലുണ്ടെന്ന് നിങ്ങളതിൽ പെട്ടതാണോ? പെട്ടതാണെങ്കിൽ ഈ വചനം പറയുന്നതനുസരിച്ച് പെർഫെക്റ്റ് യുവർ ഹോളിനെസ് ഔട്ട് ഓഫ് റെഫറൻസ് ഫോർ ഗാഡ്. ദൈവഭയത്തോടെ വിശുദ്ധിയെ തികയ്ക്കുവിൻ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. ഹോളിനെസ് മീൻസ് സെറ്റ് അപ്പാർട്ട്. നമ്പർ 2 എഴുതുക. ഹോളിനെസ് സ്ട്രെങ്തൻസ് ഇന്നർ സ്റ്റെബിലിറ്റി. വിശുദ്ധി ആന്തരിക സ്ഥിരതയെ, ഉറപ്പിനെ ശക്തിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ വിശുദ്ധി ആന്തരിക ദൃഢത നൽകുന്നു. കാരണം ഹോളിനെസ് ഈസ് നോട്ട് വീക്ക്നെസ്. ഈ ചിലരൊക്കെ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അവരെ
കഴിവ് കെട്ടവഴും. ഓ, നിൻ്റെ ഒരു വിശുദ്ധി, നിൻ്റെ ഒരു ഭക്തി കേട്ടിട്ടുണ്ടോ? വലിയ ഭക്തി തന്നെ, ഇപ്പോൾ ഉടലോടെ കർത്താവ് നിന്നെ കൊണ്ടുപോകും. ഇങ്ങനെയുള്ള പരിഹാസങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങും. എല്ലാവരും ചെയ്യുന്ന പാപപ്രവൃത്തികൾ, അല്ലെങ്കിൽ പാപം എന്നൊക്കെ പറയുന്നത് ഇപ്പം നാണക്കേടാണ്. തെറ്റ്, എറർ, വീക്ക്നെസ്, ഡിഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു യൂഫിമിസംസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. എല്ലാവരും ചെയ്യുന്ന നോർമലായിട്ടുള്ള പാപങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം. മദ്യം കഴിക്കുന്നു. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് സാധൂകരിക്കാൻ വേണ്ടി, എൻ്റെ ഡ്രിങ്കിങ് ഹാബിറ്റിനെ മറയ്ക്കാൻ, അല്ലെങ്കിൽ അഡിക്ഷനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അല്പം വീഞ്ഞ് കുടിച്ചോളാൻ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പാർട്ടികളിലും ഡിന്നർ പാർട്ടികളിലൊക്കെ ഈ അല്പം പലപ്പോഴും അഡിക്ഷനിലേക്ക് നയിക്കാം. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ മദ്യം തൊടില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ബിസിനസ് പാർട്ടി നടക്കുന്ന സമയത്ത് ചില ആളുകൾ ഐ ഡോണ്ട് ടേക്ക്, ഐ എം സോറി നോ താങ്ക്സ് എന്ന് പറഞ്ഞിരിക്കും. നീ എപ്പോൾ തുടങ്ങിയത്? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളും ആ മറ്റേ പാർട്ടിയാണോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അവരവിടെ ഒറ്റപ്പെടുകയാണ്. ശരിയാണ്, അത് വേർതിരിക്കപ്പെട്ടവരാണ്. ഇതിനൊക്കെയുള്ള ഗട്ട്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയൊരു ചെല്ലുന്നു, പാർട്ടിയോ എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുക, ആ സമയത്ത് എല്ലാവർക്കും മദ്യം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം നോ താങ്ക്സ് എന്ന് പറയാനുള്ള ഗട്ട്സ് ഉണ്ടോ? മറ്റുള്ളവരിങ്ങനെ ഫ്രോൺ ചെയ്യും, നെറ്റി ചൊളിച്ചൊക്കെ നോക്കും, അർത്ഥം വെച്ച് മൂളും. എന്താ എവിടെയോ എന്തിലോ ചെന്ന് പെട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പതുക്കെ സ്ലിപ്പ് ചെയ്ത് പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന രീതികൾ വന്നേക്കാം, പരിഹാസങ്ങളുണ്ടായേക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെപ്പോഴും മദ്യക്കുപ്പി ആയിരുന്നു. ഫാദർ എപ്പോഴും മദ്യക്കുപ്പിയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും. ചില സമയത്തൊക്കെ ആ സമയത്ത് ഒരു സിപ്പൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ കുടിച്ച് വെളിവ് അങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ട് ഇതൊരിക്കലും തൊടില്ല എന്ന് തീരുമാനിച്ച ശേഷം വിത്തിൻ വീക്സ് ഒരു വിവാഹം ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ നടക്കുകയാണ്. അപ്പം ഞാൻ ആരാധനയ്ക്ക് പോയി. സൺഡേ അല്ലേ, രാവിലെ ചർച്ച മുടക്കിയിട്ടൊരു പരിപാടിയില്ല. രാവിലെ സൈക്കിളെടുത്ത് ആരാധനയ്ക്ക് പോയി ആ വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ അപ്പോഴേക്കും ഫങ്ഷനൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഈ ദൂരെ നിന്ന് വന്നവരും അധികം കണക്റ്റഡ് അല്ലാത്തവരൊക്കെ ആദ്യം കഴിച്ച് പോകുമല്ലോ. അതിനുശേഷം വീട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ സംസാരിച്ച് ഒത്തിരി സമയം ചെലവഴിച്ചത്, ചിലപ്പോൾ വൈകിട്ട് വരെ രാത്രി വരെയൊക്കെ അങ്ങനെ സല്ലപിക്കുന്നൊരു സമയത്താണ് ഞാൻ സൈക്കിളുമായിട്ട് വരിക. സകലരും കൂടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് കയറി വന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, വരുന്നു, ഇതാ പുണ്യവാളം വരുന്നു മാലയിടറവനെ മാലയിട്ട് സ്വീകരിക്കുക. അതിനുശേഷം എന്നെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ ഒരു കുപ്പിയിൽ മദ്യം എടുത്തിൻ്റെ കയ്യിലേക്ക് കുടിക്കടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഐ എം സോറി, ഞാൻ തൊടില്ല എന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്. അതിനുശേഷം എന്നാൽ ഭക്ഷണം കഴിക്കടാന്ന്. അപ്പോൾ ഭക്ഷണം കൈ കഴുകാൻ വേണ്ടി പുറത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു അങ്കിൾ എന്നെ അടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അത്രയും സകല ബന്ധുക്കളുമുള്ളത് എൻ്റെ നടുവിലാണിതെന്ന് ഓർക്കണം. ഹോളിനെസ് ഈസ് നോട്ട് വീക്ക്നെസ്. അനേകർക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അതൊരു ചാലഞ്ചാണ്. ഇറ്റ് ഈസ് സ്ട്രെങ്ത്. Proverbs 14:34, സദൃശ്യവാക്യങ്ങൾ 14:34. റൈച്ചസ്നെസ് എക്സോൾട്ട്സ് എ നേഷൻ. നീതി ഒരു രാഷ്ട്രത്തെ ഉയർത്തുന്നു. Isaiah 35:8, എ ഹൈവേ കോൾഡ് ദ വേ ഓഫ് ഹോളിനെസ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ദ ഹൈവേ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ പെരുവഴി. അങ്ങനെ ഞാനൊരു പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ് ഞായറാഴ്ച പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്. എ ഹൈവേ കോൾഡ് ദ വേ ഓഫ് ഹോളിനെസ്. Hebrews 12:14, എബ്രായ ലേഖനം 12:14, വിതൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ദ ലോർഡ്. വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല, അല്ലെങ്കിൽ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ.
മത്തായി 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ. അപ്പോൾ സിൻ വീക്കൻസ് സ്ട്രക്ചേഴ്സ് ഫ്രം ദ ഇൻസൈഡ്. പാപം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെൻ്റൽ സ്ട്രക്ചർ, ഇമോഷണൽ സ്ട്രക്ചർ തുടങ്ങി അതിങ്ങനെ ബലഹീനമാകാൻ തുടങ്ങും. ഭയങ്കരമായി പാപം ചെയ്യുന്നവരുടെ അകത്ത് പലപ്പോഴും അവരുടെ മനസാക്ഷിയും എല്ലാം കുറ്റപ്പെടുത്തി, നീ പാപിയാണ്, നീ കൊലപാതകയാണ്, നീ ദുഷ്ടനാണ്, നീ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇങ്ങനെ പറഞ്ഞ് അകത്ത് പലപ്പോഴും അവർ വീക്കാണ്. പക്ഷെ വീണ്ടും അത് ചെയ്യിപ്പിക്കുന്ന ആരാണെന്നറിയാമോ? ഡീമൺ സ്പിരിറ്റ്സ്, പൈശാചിക ശക്തികൾ അവരെ വീണ്ടും വീണ്ടും ശക്തീകരിക്കും. നീ ചെയ്യടാ 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 ചെയ്യടാ. അവിടെ പ്രസാദം കിട്ടുന്നത് ലൂസിഫറിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ ഹോളിനെസ് റീഇൻഫോഴ്സസ് പീപ്പിൾ. വിശുദ്ധിയിൽ ജീവിക്കുന്ന മോറൽ കറേജ് ഉള്ള ഒരാൾക്ക് ഭയങ്കര ധൈര്യമായിരിക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നേ? ഈ ഒരു ഭാവം എന്ന് വെച്ചാൽ മോറൽ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ചില സമയത്ത് ഇരുമ്പ് കൊണ്ടുള്ള ബീമുകളുള്ള ബിൽഡിങ്ങുകൾ ശ്രദ്ധിക്കണം. ചില സമയത്ത് അതിൻ്റെ അകത്ത് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് തുരുമ്പ് വന്നൊരു കൊറോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ഭയങ്കരമായി ഇറോഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എക്സ്റ്റേണലി നോക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ പലതും കൊണ്ട് കവർ ചെയ്തൊക്കെ ഷീറ്റുകൾക്ക് കൊണ്ട് കവർ ചെയ്തിരിക്കും, പക്ഷേ അകത്ത് ബീമുകൾ തുരുമ്പെടുക്കുകയാണ്. അതിന് സ്ട്രക്ചറിന് ബലക്ഷയം ഉണ്ടാകുകയാണ്. കുറേ കഴിയുമ്പോഴായിരിക്കും ഇതെല്ലാം കൂടി കൊളാപ്സ് ചെയ്യുന്നത്. സോ ഹോളിനെസ് പ്രിവെൻറ്റ്സ് ഇൻറ്റേർണൽ കൊറോഷൻ. അകത്തുള്ള ആന്തരികമായ ദ്രവീകരണം, അകത്ത് തുരുമ്പെടുത്ത് ദ്രവിച്ചു പോകുന്ന അവസ്ഥ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഒരാളുടെ വിശുദ്ധിയിലെ ജീവിതമാണ്. When purity guards your heart, strength guards your future. വിശുദ്ധി കൊണ്ട് ഹൃദയത്തെ സൂക്ഷിക്കുമ്പോൾ അത് ശക്തി ഭാവിയെ സൂക്ഷിക്കും. ദൈവശക്തി റിലീസ് ചെയ്യപ്പെടുമെന്ന് ഞാനീ പറഞ്ഞു. നമ്പർ 3, holiness invites God's manifest presence. വിശുദ്ധി വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത് വിശുദ്ധിയുള്ള സ്ഥലത്താണ്. ത്രൂഔട്ട് സ്ക്രിപ്ചർ holiness precedes glory. എവിടെയെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു പെട്ടെന്ന് അവിടെ ദൈവമഹത്വം വന്നിറങ്ങും. ഉദാഹരണത്തിന് എക്സഡസ് 19:10-11, പുറപ്പാട് പുസ്തകം 19:10-11 വായിക്കുമ്പോൾ the people were told to consecrate themselves before God descended on Sinai. സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, ജനങ്ങളെ വിശുദ്ധീകരിപ്പീൻ, ആരും വന്ന് ഈ പർവ്വതത്തെ തുടരുത്. വിശുദ്ധീകരണത്തിൻ്റെ നിയമങ്ങൾ ആദ്യം കൊടുത്തു, എന്നിട്ടാണ് ദൈവം ഇറങ്ങിയത്. ഒന്ന് ചിന്തിച്ച് നോക്കി, ആ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. ജോഷുവ 3:5, യോശുവയുടെ പുസ്തകം 3:5, കോൺസെക്രേറ്റ് യുവർസെൽവ്സ് ഫോർ ടുമോറോ ദ ലോർഡ് വിൽ ഡു അമേസിംഗ് തിങ്സ് എമംഗ് യു. ഇന്ന് ജനത്തെ വിശുദ്ധീകരിപ്പിൻ, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യും. അത് നിങ്ങളോടുള്ളൊരു ദൂതാണ്. ഇന്ന് ശുദ്ധീകരണം പ്രാപിച്ച നാളെ അത്ഭുതം. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ, ഇന്ന് ശുദ്ധീകരണം നാളെ അത്ഭുതം. ടൈപ്പ് ചെയ്തിടുക. ഇന്ന് ശുദ്ധീകരണം നാളെ അത്ഭുതം. ടൈപ്പ് ചെയ്തിടുക. ഇന്ന് ശുദ്ധീകരണം നാളെ അത്ഭുതം. ഇന്ന് ശുദ്ധീകരണം നാളെ അത്ഭുതം. എല്ലാവരും ഇന്ന് ശുദ്ധീകരണം നാളെ അത്ഭുതം. ലൈവ് ചാറ്റിലിടുക, കമൻറ്റ് സെക്ഷനിൽ അടിക്കുക, വാഗൊണ്ട് പറയുക, നോട്ട്ബുക്കിൽ എഴുതുക. ഇന്ന് ശുദ്ധീകരണം നാളെ ദൈവം മഹത്വമിറങ്ങും, നാളെ അത്ഭുതങ്ങൾ നടക്കും. സാം 96:9, സങ്കീർത്തനങ്ങൾ 96:9, വർഷിപ്പ് ദ ലോർഡ് ഇൻ ദ സ്പ്ലെൻഡർ ഓഫ് ഹോളിനെസ്. അവൻ്റെ വിശുദ്ധിയുടെ അലങ്കാരത്തിൽ, മനോഹരത്വത്തിൽ ദൈവത്തെ ആരാധിക്കുക. ആ വിശുദ്ധിയിലാണ് ആ സ്പ്ലെൻഡർ കിടക്കുന്നത്. ഗോഡ്സ് പവർ ഫ്ലോസ് ഫ്രീലി ഇൻ പ്രിപ്പയർഡ് വെസൽസ്. ഒരുക്കപ്പെട്ട പാത്രങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി താനേ ഒലിച്ചിറങ്ങി ഒഴുകിയൊന്ന് നിറയാൻ തുടങ്ങും. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന വയറ്, കേബിളുകളൊക്കെ നോർമലി ഇൻസുലേറ്റ് ചെയ്യും. ഇപ്പോൾ പോസ്റ്റിലൂടെയൊക്കെ ഓടുന്നത് എക്സ്പോസ്ഡാണ്, അതിനെക്കുറിച്ചല്ല. നമ്മുടെ വീടുകളിൽ വയറിങ് ചെയ്തിരിക്കുന്ന നമ്മുടെ മുറികൾക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കുക, അതെല്ലാത്തിലും ഒരു പ്ലാസ്റ്റിക്കോ ഒരു ഇൻസുലേഷൻ, ഒരു കോട്ടിംഗ് ഉണ്ട്. കാരണം അതിനകത്തൂടെ കറണ്ട് പോകും. ആരെങ്കിലും കയറി പിടിച്ചാൽ പവർ അടിച്ച് ആ പവർ പ്രവേശിച്ച് എങ്ങനെ പറയുക, ഷോക്കേറ്റ് ഇലക്ട്രോക്യൂട്ടഡായിട്ട് മരിച്ചു വീഴും. ആ ഇൻസുലേഷൻ, ദൈവശക്തി നമ്മിലേക്ക് ഇറങ്ങാൻ നോർമലി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതോടെ പരിപാടി തീരും. ആ ഇൻസുലേഷനാണ് ഹോളിനെസ്. ആ കേബിളിൻ്റെ പുറത്തൂടെ പോയിരിക്കുന്ന കോട്ടിംഗ് പോലെ
വിശുദ്ധി ഉണ്ടെങ്കിൽ നാം നശിക്കില്ല, വിശുദ്ധി ഇല്ലെങ്കിൽ നശിച്ചു. ഉസ്സ എന്ന് പറയുന്നൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ പെട്ടകം വരുന്ന സമയത്ത് കൈനീട്ടി. കാളവണ്ടി ഇങ്ങനെ മറിയും, കാരണം മൊത്തത്തിൽ തെറ്റായിരുന്നു അവർ ചെയ്തതെല്ലാം തെറ്റാണ്. കാളവണ്ടിയിൽ കയറ്റാൻ പാടില്ല. അത് പുരോഹിതന്മാർ വിശുദ്ധിയോടുകൂടെ തോളിൽ ചുമക്കേണ്ടതാണ് ദൈവത്തിൻ്റെ പെട്ടകം. അതിന് പകരം ഒരു കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക, ചരക്ക് ഏത്തക്കൊല കൊണ്ടുപോകുന്നത് പോലെ അല്ലെങ്കിൽ ഉപ്പുംചാക്ക് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോവുക. ദാവീദിന് രീതി അറിയില്ലായിരുന്നു. ലേവ്യന്മാർക്ക് ദൈവം കൊടുത്ത നിയമം ദാവീദിന് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഏതായാലും ഇത് പോകാതിരിക്കാൻ വേണ്ടി ഈ വിശുദ്ധ പെട്ടകത്തെ കയറി പിടിക്കാൻ ശ്രമിക്കില്ല. അവിടെ വെച്ച് ഇലക്ട്രോക്യൂട്ടഡായിട്ട് ഉസ്സ മരിച്ചു വീണു. ഉസ്സ കൈനീട്ടി, അവൻ മരിച്ചു വീണു. കാരണം ഇൻസുലേഷൻ ഇല്ലായിരുന്നു. നമ്പർ 4, ഹോളിനെസ് ഈസ് എ ഡെയിലി ചോയ്സ്. ദിവസം തോറുമുള്ളൊരു തിരഞ്ഞെടുപ്പാണ് വിശുദ്ധ ജീവിതം. ഹോളിനെസ് ഈസ് നോട്ട് എ മൊമെൻറ്റ്, ഇറ്റ് ഇസ് എ ലൈഫ് സ്റ്റൈൽ. ഒരു നിമിഷത്തേക്ക് വരുന്ന പരിപാടിയല്ല ഇത്, ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. റോമൻസ് 12:1 പ്രസൻറ്റ് യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിപ്പിൻ. ദാറ്റ് ഇസ് എ ഡെലിബറേറ്റ് ആക്ഷൻ. Then Galatians 5:16 walk by the Spirit. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. Titus 2:12 grace teaches us to say no to ungodliness. എന്ന് പറയുമ്പോൾ അഭക്തിയോട് നോ പറയാൻ കൃപ നമ്മെ പഠിപ്പിക്കും. ഈ ഡെയിലി ഇത് വെളിപ്പെടണമെന്ന് പറയാൻ കാരണം നമ്മുടെ തോട്ട്സ്, സ്പീച്ച്, പ്രൈവറ്റ് ഡിസിഷൻസ്, ഇൻറ്റഗ്രിറ്റി ഇൻ അൺസീൻ പ്ലേസസ്, ഇതിലെല്ലാം കാണാമറിയത്തെ രഹസ്യ ജീവിതത്തിൽ ഒക്കെ വിശുദ്ധി നമ്മൾ സൂക്ഷിക്കണം. മറ്റുള്ളവരില്ലാതിരിക്കുമ്പോൾ കാണുന്ന വീഡിയോകൾ എന്താണ്? ഫോൺ വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടോ? വേണ്ടാത്തത് കാണുന്നുണ്ടോ? ദൈവമക്കളെയൊക്കെ യോജിക്കാത്തത് കാണുന്നുണ്ട്? വേണ്ട. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വീഡിയോയോ ഓഡിയോയോ നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ? അരുതാത്ത സ്ഥലത്ത് പോകുന്നുണ്ടോ? അരുതാത്ത ചാറ്റുണ്ടോ? അരുതാത്ത ഫോൾഡറുകളുണ്ടോ? ഇതിലെല്ലാമാണ് എൻ്റെ കുഞ്ഞെ എല്ലാവരും മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവ് ഹൃദയത്തിലോട്ടാണ് നോക്കുന്നത്. നമ്മുടേത് എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുമല്ലേ. വെള്ള ഉടുപ്പുള്ള ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? വെള്ള ഷർട്ട്, എനിക്കൊരു 2-3 വെള്ള ഷർട്ടുണ്ട്, വെള്ള 3-4-5 ഡ്രസ്സുണ്ട് വൈറ്റ് തന്നെ ഇടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. അങ്ങനെ നിയമങ്ങളില്ല. വസ്ത്രം വെളുപ്പിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം കുഞ്ഞാണ്ട ചോരയിലൊക്കെ കഴുകി അലക്കി മനസ്സും ഹൃദയമൊക്കെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി വെള്ളവസ്ത്രം ഇട്ടുകൊണ്ട് തെറ്റൊന്നുമില്ല. ചിലർ വെള്ളവസ്ത്രം, ഇപ്പോൾ പല രാഷ്ട്രീയ പ്രവർത്തകരും വൈറ്റ് ഇടുന്നത്, അതിൻ്റെ അർത്ഥം അവരൊക്കെ വിശുദ്ധരാണെന്നാണോ? ഒരാൾ ബ്ലാക്ക് ഷർട്ട് ഇട്ടു, ബ്ലാക്ക് പാൻസ് ഇട്ടു, അതിൻ്റെ അർത്ഥം വിശുദ്ധിയിൽ ജീവിക്കുന്നതെന്നാണോ? ഒരിക്കൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെള്ളവസ്ത്രം മാത്രം ഉപയോഗിക്കുന്ന ഒരു സഭയിൽ ഒരു വെള്ളവസ്ത്രം മെയിൻലി പല ശുശ്രൂഷകരും വൈറ്റ് ഷർട്ടായിരിക്കും. താഴേക്കുള്ളത് ചിലപ്പോൾ പലതായിരിക്കും, പക്ഷേ ഷർട്ട് വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒരാൾ വന്ന സമയത്ത് കളർ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. അയാളെ ശുശ്രൂഷിക്കാൻ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധിയുടെ അടയാളമാണ് എന്ത്? ഈ വെള്ള വസ്ത്രം. അതുകൊണ്ട് വൈറ്റ് ഷർട്ട് ഇട്ട് വന്നാലേ ഇവിടെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ആളെ നോക്കിയപ്പോൾ ഷർട്ട് വൈറ്റാണ്, താഴേക്ക് ബ്ലാക്കാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മുകളിലേക്ക് മാത്രമേ വിശുദ്ധിയുള്ളൂ, താഴേക്ക് മുഴുവൻ അശുദ്ധമാണോ എന്ന് ചോദിച്ചു. ഇപ്പോൾ മനുഷ്യരെപ്പോഴും പുറമേയുള്ളവരെ നോക്കി ജഡ്ജ് ചെയ്യുന്നു, മതപരമായി ചിന്തിക്കുന്നു. എന്നാൽ വൈറ്റ് ഡ്രസ്സ്, വൈറ്റ് സാരി, ചുരിദാർ, ഷർട്ട്, പാൻസ്, ഉടുപ്പ്, ഫ്രോക്ക് ആണെന്നിരിക്കട്ടെ, ഈ വൈറ്റ് ഗാർമെൻറ്റ് ഡസ് നോട്ട് സ്റ്റേ ക്ലീൻ ബൈ ആക്സിഡൻറ്റ്. ഇതിട്ടുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത്, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചാറ് ഒഴുകി, മീൻചാറ് ഒഴുകി, അപ്പോൾ ഇങ്ങനെയായിരിക്കും വൈറ്റിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്ത് വൈറ്റ് ആണെങ്കിൽ അകത്തി പിടിച്ചൊക്കെ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നാപ്കിനൊക്കെ കൊണ്ട് മൂടിയിട്ടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കും. വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഉടുപ്പ് മലിനമാകാതിരിക്കൂ. അല്ല, ഉടുപ്പെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിത വസ്ത്രം. ഇപ്പം ഞാനാണെങ്കിൽ എപ്പോഴും കെയർലെസ്സാണ്. എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കൈയുടെ ഇവിടെയൊക്കെ ആകും. പക്ഷേ സിസ്റ്റർ എന്നെ വഴക്ക് പറയും, ശ്രദ്ധിക്കണ്ടേ, ഇതെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെയാണ്. ചിലപ്പോൾ ഇതിലേക്ക് കൂടി ഒഴുകും. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കറിയോ ചാറൊക്കെ ആയിട്ട് വരും. അപ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അഴുക്കില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ്.
പ്യൂരിറ്റി റിക്വയർസ് വിജിലൻസ്. വിജിലൻ്റ് ആയിരിക്കണം. വിജിലൻസ് ഒരു സ്ക്വാഡ് തന്നെ ഉണ്ട് നമുക്ക്. അവരെല്ലായിടത്തും വിജിലാണ്. വണ്ടികൾക്ക് പോയി വിജിലൻസ് വരുന്നു. കാരണം അവർ വിജിലൻ്റാണ്. ഇവിടെ അക്രമങ്ങൾ ഉണ്ടാകരുത്, പിടിച്ചുപറി ഉണ്ടാകരുത്. ആരാ ഇവിടെ ഇരുന്ന് കാശ് പിന്നെ ചീട്ട് കളിക്കുന്നത്? ആരെങ്കിലും വ്യാജമാറ്റം നടത്തുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകാനാണ് ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനം. കൈയുള്ളവർ നീട്ടിപ്പിടിക്കുക. കർത്താവേ, കൃപ ഞങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കുന്നു. അപ്പോൾ തന്നെ രോഗികൾ, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ലൈവ് ചാറ്റിലിടാം. ഈ മോർണിംഗ് ഗ്ലോറി നടക്കുന്ന സമയത്ത് ലൈവ് ചാറ്റിലിടാം. പലരും കാണും, പ്രാർത്ഥിക്കും. ഞാനും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നെന്ന് കമൻറ്റ് സെക്ഷനിലോ ലൈവ് ചാറ്റിലോ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇട്ടിട്ടുള്ള എല്ലാവർക്കുമായി പ്രാർത്ഥിക്കും. ഒരു പാർപ്പിടം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കും. പരീക്ഷ നന്നായി എഴുതേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരാജയബോധം മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മെൻ്റൽ ഇൽനെസ്സിന് മരുന്ന് കഴിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കും. കിടപ്പുരോഗികൾ സൗഖ്യമാകട്ടെ. ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളാരെങ്കിലും ഹോസ്പിറ്റലിൽ ഇരുന്ന് കാണുവാണെങ്കിൽ അടുത്തുള്ള രോഗികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ അങ്ങോട്ട് കൈ നീട്ടിപ്പിടിക്കാൻ പറയുക. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ സൗഖ്യമായി ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ പോട്ടെ. ചിലരെ കുറിച്ചൊക്കെ ഒരുപക്ഷേ ഇനി ഇത്ര ദിവസം കൂടെ ജീവിച്ചിരിക്കുമെന്ന് പറയാം. എന്നാൽ ജീവിതത്തെ എക്സ്റ്റെൻഡ് ചെയ്യണമേ, ആയുസ്സിനെ ദീർഘമാക്കണമേ, ആരോഗ്യം നൽകണമേ. താങ്ക് യു ഫാദർ. ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ലിങ്ക് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. പഠിച്ചതെല്ലാം വായിച്ചതെല്ലാം ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് വയ്ക്കുക. ഒത്തിരി പേരത് കാണട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.